إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസികളെ സർവ ലോകങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനും സംഹാരകനുമായ പിന്നീട് സകലതിനെയും പുനരുജ്ജീവിപ്പിക്കുന്നവനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അരുളപ്പാടുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് പോകണമെന്നും ആ വിഷയത്തിൽ തഖ്വ കൈമുതലാക്കണമെന്നും ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും ഗൗരവതരമായ വസിയത്തായി തന്നെ നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച സകല പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യവും അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലാ തത്തബിഇൽ ഹവാ ഫയുളില്ലക അൻ സബീലില്ലാ. സൂറത്തു സ്വാദിലെ 26-ാമത്തെ ആയത്താണ്. നീ ഇച്ഛകളുടെ പിന്നാലെ കൂടരുത്. അങ്ങനെയായാൽ ഫയുളില്ലക അൻ സബീലില്ലാ, നിന്റെ ഇച്ഛ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയും, വഴികെടുത്തി കളയും. മനുഷ്യൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങളാണ് ഇച്ഛ എന്നുള്ളത്. നമുക്കിഷ്ടമായൊരു സാധനം, നമുക്കിഷ്ടമായതെന്തോ അതാണ് നമ്മുടെ ഇച്ഛ. ഇഷ്ടങ്ങൾക്ക് പിന്നാലെയാണല്ലോ മനുഷ്യൻ പോകുന്നത്. അതായത് അള്ളാഹുവിൻ്റെ വിധിയേക്കാളും നമ്മുടെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധിയേക്കാളും നമ്മളുടെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്നതിനാണ് ഇച്ഛകളുടെ അടിമയാവുക എന്ന് പറയുന്നത്. ഇച്ഛകളുടെ അടിമയാകുന്ന ഒരാൾക്ക്, സ്വന്തം താല്പര്യങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയില്ല, അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയില്ല. ഇച്ഛകളുടെ പിന്നാലെ പോകുമ്പോഴും ആളുകളൊക്കെ വാദിക്കുന്നത് എനിക്ക് അള്ളാഹുടെ വലിയ ഇഷ്ടമാണ്, എനിക്ക് ഹുബ്ബുൻ നബിയുടെ ആളാണ് എന്നൊക്കെയാണല്ലോ പറയാം. ഒരു കവിവചനുണ്ട്, തഅസിൽ ഇലാഹ വഅൻത തസ്അമു ഹുബ്ബഹു ഹദാൽ ഉംരി ഫിൽ ഖിയാസ് ശനീഉ. നിന്റെ വാദം
നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ നീ ഇലാഹിനോട് എതിര് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനോട് എതിര് കാണിക്കുമ്പോഴും നീ വാദിക്കുന്നത് നിനക്ക് ദൈവത്തെ പെരുത്തിഷ്ടമാണെന്നാണ്. ഇതെങ്ങനെ ശരിയാവാനുണ്ട്? ഇതൊരു മോശം താരതമ്യമാണല്ലോ. ഒരാളോട് ഇഷ്ടമുണ്ടെന്ന് പറയുക, എന്നിട്ട് അയാളോട് എതിര് കാണിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ദൈവത്തെ എതിർത്തുകൊണ്ടേയിരിക്കുക, ധിക്കരിച്ചുകൊണ്ടിരിക്കുക. ലൗകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു. നിനക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവത്തെ അനുസരിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. സ്നേഹമുള്ളവൻ താൻ ആരെയാണോ സ്നേഹിക്കുന്നവനെ വഴിപ്പെടുകയാണ് ചെയ്യുക. സ്നേഹമുള്ളവന്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കും സ്നേഹിക്കുന്നവൻ. അതായത് വലൗ ഖാലലി മുത്തു സമഅൻ വതാഅ. എൻ്റെ സ്നേഹിതൻ എന്നോട് മരിക്കടാന്ന് പറഞ്ഞാൽ ഞാൻ സമ്പൂർണ്ണ മനസ്സംതൃപ്തിയോടെ ചാവാൻ തയ്യാറാണ്. കവി പറയാണ്, നീ ചത്തോളൂ എന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ വേണ്ടി നീ നിന്നെ തന്നെ ഒടുക്കിക്കള എന്ന് പറഞ്ഞാൽ മുത്തു സമഅൻ വതാഅ. വഖുൽതു ലിദാഇൽ മൗതി അഹ്ലൻ വമർഹബ. ആ മരണം തന്നെ എങ്ങനെയായിരിക്കും എന്നറിയാവോ? മരണത്തിന്റെ മാലാഖയെ ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു അടയാളം. എങ്ങനെയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഇപ്പൊ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് സമ്പൂർണ്ണമായി വഴിപ്പെട്ട് കൊടുക്കണം. അവിടെ പിന്നെ തന്റെ താല്പര്യങ്ങൾക്ക് ഒരു സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ മരിക്കാനും പറഞ്ഞാൽ പോലും അതുപോലും സ്വീകരിക്കാന്നുള്ള അർത്ഥത്തിലാണ്. ഞാനിത് പറഞ്ഞത് ഒരു മുഖവുരയായിട്ടാണ്. നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തീർക്കാത്തൊരു വിഷയം ഉണ്ടായിരുന്നു, ഹിജാബിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഹിജാബ് ആളുകൾ പാലിക്കാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ്. അതിപ്പോ എനിക്കത് യോജിക്കുന്നില്ല. അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബീന്റെ കൽപ്പനകളുണ്ട് ആ വിഷയത്തിൽ, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ വേറെ ചില കോലത്തിൽ ധരിക്കണമെന്നാണ്, അത് ഉടുക്കണമെന്നാണ്. അതാണ് എനിക്കിഷ്ടം. ഞാൻ കടയിൽ പോകുമ്പോൾ ഞാൻ അറിയാതെ പർച്ചേസ് ചെയ്ത് പോകുന്നത് അതാണല്ലോ പ്രശ്നം. ബാക്കി ധിക്കാരമൊന്നുമില്ല, ബാക്കിയൊക്കെ ശരിയാണ്, അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഹിജാബിനെ സംബന്ധിച്ചൊക്കെ അള്ളാഹു റസൂലും പറഞ്ഞിട്ടുണ്ട്, ഞാനതൊക്കെ ഉൾക്കൊള്ളുന്നു. പക്ഷേ എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല, അല്ലേ? എനിക്കെന്തോ അങ്ങനെ മുഴുവൻ മറക്കാൻ ഇഷ്ടമാകുന്നില്ല. എൻ്റെ കൈ പുറത്താണ്, എൻ്റെ മാറ് പുറത്താണ്, എൻ്റെ പൊക്കിള് പുറത്താണ്, എൻ്റെ ശരീരം പുറത്താണ്, ബാക്കിയൊക്കെ അംഗീകരിക്കുന്നു. അപ്പം ഈ അംഗീകാരത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തെ താൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ഈ വാദം യഥാർത്ഥത്തിൽ അത് കപടവാദമാണ്. അത് വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്ന, നാവ് കൊണ്ട് പറയുന്ന വെറും ഒരു പറച്ചിൽ മാത്രമാണ്. അപ്പം ഹിജാബ് പാലിക്കണം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഹിജാബ് എന്നുള്ളതാണ്. ഹിജാബ് എന്താണെന്ന് ഇങ്ങനെ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജാബ് ആവില്ലല്ലോ. എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്? സ്ത്രീകൾക്കുള്ളതാണ് പ്രത്യേകമായിട്ട്. അത് ആണുങ്ങൾ കേട്ടിട്ട് വീട്ടിൽ ചെന്ന് പറയേണ്ടവരാണ്. ഇവിടെ സന്നിഹിതരല്ലാത്ത സ്ത്രീകളുടെ പുരുഷന്മാർ വീട്ടിൽ ചെന്ന് പറയണം. കാരണം നിങ്ങളാണ് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, നമ്മളാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക. അപ്പം എന്ത് വാങ്ങിച്ചു കൊടുക്കണം എന്ന് നമ്മൾ കടയിൽ പോകുമ്പം തീരുമാനിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. 7 ഉപാധികൾ ഇവിടെയുണ്ട്. ഹിജാബ് ആകുന്നതിന് 7 ഉപാധികളുണ്ട്. അതാണെന്ന് മനസ്സിലാക്കി പോകേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം ശരീരം മുഴുവൻ മറയ്ക്കുന്നതാകുക. പെണ്ണിന്റെ ശരീരം എന്നുള്ളത് മൊത്തം പറയാനുള്ളതാണ്, അല്ലേ? ആണിനെ പോലെയല്ല, പെണ്ണിന്റെ ശരീരം മുഴുവനും മറയാനുള്ളതാണ്. അതിപ്പോ എങ്ങനെയാ? മൊത്തത്തിൽ വസ്ത്രമിട്ട് മൂടണം. മുഖം, ഈ മുഖമാണ് ഇന്ന് സ്ത്രീകളുടെ ഔറത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ചർച്ച. മുഖം ഔറത്താണോ, മുഖം മറയ്ക്കണോ എന്നുള്ളതാണ്. തുറന്നു പറഞ്ഞാലുണ്ടല്ലോ, ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ സംവാദങ്ങളും ചർച്ചകളും എത്തി നിൽക്കുന്ന എവിടെ എന്താ വെച്ചാൽ 2 കൂട്ടർക്ക് തെളിവുണ്ട്. മുഖം ഔറത്താണ് എന്ന് വാദിക്കുന്നവർക്കും മുഖം ഔറത്തല്ല എന്ന് വാദിക്കുന്നവർക്കും തെളിവുകൾ 2 പേർക്കുണ്ട്. ആർക്കും ആരും തൊപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, എൻ്റെ ഒരു പഠനത്തിൽ ഒരല്പം മുൻതൂക്കം മുഖം ഔറത്താണ് എന്ന വാദക്കാർക്കാണ് ഉള്ളത്. പറയാം, മുഖം ഔറത്താണ് എന്ന് വാദിക്കുന്നവർക്കാണ് ഒരു അല്പം മുൻതൂക്കം. നിർബന്ധം എന്ന സംഗതി എന്തിയാ? ഇപ്പം നിർബന്ധമാണോ അല്ലേ എന്നുള്ള ഈ തർക്കമാണല്ലോ, മുഖം ഔറത്താണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ. അപ്പൊ അതുപോലും സൂക്ഷ്മദൃക്കുകളായ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മുഖം പോലും ഔറത്താണെന്ന് ബാക്കി ചോദ്യം പിന്നെ അവിടെ ഇല്ലല്ലോ. ബാക്കി ചോദ്യം അവിടെ ഇല്ല. ഒരു മനുഷ്യന് ഏറ്റവും പുറത്ത് തുറന്ന് കാണേണ്ട സാധനമാണ്. ശ്വാസോച്ഛ്വാസം നടക്കുന്ന മൂക്ക് എവിടെയാണുള്ളത്, കാണേണ്ട കണ്ണ് എവിടെയാണുള്ളത്. അപ്പൊ അതുപോലും മൂടുക എന്ന് പറയുമ്പോൾ ഇതാണ് ആ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാട്.
എന്തിനാണിത് മൊത്തം മറക്കണം എന്ന് പറയുന്നത്? അതാര് കൊണ്ടുവന്നാണ്? ഏതെങ്കിലുമൊക്കെ മൗലാനമാരും മുല്ലമാരും ഇങ്ങനെ ഓതിയിട്ട് അവരിങ്ങനെ പറയുന്ന ഒരു തിട്ടൂരാണോ അത്? അല്ലല്ലോ. സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, ഞാൻ ആയത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തു. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ. നബിയെ, അങ്ങയുടെ ഭാര്യമാരോട്, അങ്ങയുടെ പെൺമക്കളോട്, വിശ്വാസികളായ മുഅ്മിനുകളുടെ പെണ്ണുങ്ങളോട്, ഭാര്യമാരോട് പറയുന്നു, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവൾ ജിൽബാബുകൾ അവരുടെ ശരീരങ്ങൾക്ക് മേൽ അവർ മൂടിയിടട്ടെ. ജിൽബാബ് എന്താന്ന് അത് 2 ആഴ്ച മുമ്പത്തെ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറയാം. ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രമാണ് ജിൽബാബ്. ജിൽബാബിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രമാണ് ജിൽബാബ്. അപ്പോൾ കഴുത്തും കയ്യും കാലുമൊക്കെ തുറന്നിടുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ജിൽബാബ് പാലിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ശരീരം മുഴുവൻ മറയണം. നമ്മുടെയൊക്കെ പെണ്ണുങ്ങൾ പലരും മാർക്കറ്റിലേക്ക്, അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാ? ഇതെല്ലാം തുറന്നിട്ടുണ്ട്. കഴുത്ത് പുറത്തുണ്ടാവും, കൈ പുറത്തുണ്ടാവും, കാല് പുറത്തുണ്ടാവും, പിന്നെ തുറക്കാൻ പാടില്ലാത്ത പലവും പുറത്തുണ്ടാവും. അത്തറും പൂശും കൂട്ടത്തി സുഗന്ധം പൂശിയിട്ടാണ് നടക്കുക സ്ത്രീകൾ. പിന്നെ എന്താ? ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ സുഗന്ധം പൂശണം എന്നാരാ പറഞ്ഞത്? സുഗന്ധവും ദുർഗന്ധവും ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാമല്ലോ, അല്ലേ? ദുർഗന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ സുഗന്ധം ഇല്ല എന്നാണ്. ഇത്രയേ ഉള്ളൂ. സുഗന്ധം വേറെ, ദുർഗന്ധം വേണേ. ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോകാമല്ലോ. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ വസ്ത്രം പിന്നെ എന്ത് പാടില്ല? സുഗന്ധം പൂശാൻ പാടില്ല. സുഗന്ധം പൂശുന്നതോടുകൂടി സ്ത്രീയുടെ ലജ്ജ പോയി. കാരണം ആളുകളൊക്കെ പിന്നെ അവളെ നോക്കിക്കൊണ്ട് കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസുണ്ട്. എല്ലാ ഉപാധികളെയും പ്രതിപാദിച്ചുകൊണ്ട് എങ്ങനെ വസ്ത്രം ഉടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, നമ്മളൊക്കെ പലപ്പോഴും കേട്ടുള്ള ഹദീസാണ്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, 2 കൂട്ടം ആളുകൾ നരകത്തിലാണ്. റസൂൽ തീർത്ത് സ്റ്റേറ്റ്മെന്റ് പറയാണ്, സിൻഫാനി മിൻ അഹ്ലിന്നാർ, 2 കൂട്ടർ നരകത്തിലാണ്. അതിൽ ഒരു കൂട്ടരുടെ കഥ വേറെ സമയത്ത് പറയാം, മറ്റേ കൂട്ടരിലേക്ക് വരാം. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലതി ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹ. ഇങ്ങനെ പറയാണ്. ആരാന്നറിയാം? കുറച്ച് പെണ്ണുങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ സ്വർഗത്തിൽ കടക്കാത്ത, നരകത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരു കൂട്ടൻ നിസാഉൻ കാസിയാത്ത്, വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്, നഗ്നരായ പെണ്ണുങ്ങളാണ്. നിസാഉൻ കാസിയ, നഗ്നർ, അല്ലേ? വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആരിയാത്തും നഗ്നരാണ്. അങ്ങനെയാണ്. കാസി എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഉടുത്തിട്ടുണ്ട്, പക്ഷെ ആരിയാത്ത് നഗ്നരാണ്. ഉടുത്തിട്ടും ഉടുക്കാത്തവർ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ ചിത്രങ്ങളിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഉടുത്തിട്ടുണ്ട്, പക്ഷേ എവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചതുപോലെ ആ വസ്ത്രം ഉണ്ടോ എന്ന് വെച്ചാൽ വസ്ത്രമുണ്ട്, ഫുള്ളി നേക്കഡ് അല്ല. കാസിയാത്താണ്, പക്ഷെ ആരിയാത്താണ്. എന്നിട്ട് മുമീലാത്തുൻ, അവരിങ്ങനെ ചാഞ്ചാടിയാ നടക്കുക. റാപ്പില നടത്തില്ലേ? ചാഞ്ചാടിയിട്ട് നടക്കുക. നബി ഇങ്ങനെ ഫാഷൻ ഷോ റസൂൽ ഇങ്ങനെ പറയാണ്. ഫാഷൻ ഷോകളെ കുറിച്ച് ലോകം ആലോചിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് 14 അപരിഷ്കൃത നൂറ്റാണ്ടെന്ന് പറയുന്ന ആ നൂറ്റാണ്ടില്ലേ, ആ നൂറ്റാണ്ടിൽ എന്നിട്ട് റസൂൽ ഈ കാലത്തെ കാണുക. ഉടുത്തിട്ടുണ്ട്, പക്ഷെ ഉടുത്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ നടക്കുകയാണ്. അവരുടെ തല എങ്ങനെ, തലയിലെ മുടി ഇങ്ങനെ അതിങ്ങനെ ആടുന്നുണ്ട്. എങ്ങനെ? ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ. ഒട്ടകത്തിന്റെ മുതുകത്ത് ഒരു കൊഴുപ്പിന്റെ ഭാഗം ഉണ്ടാകും. അത് നന്നായിട്ട് തടിച്ചു കൊടുത്ത ഒട്ടകമാണെങ്കിൽ ഒട്ടകം നടക്കുമ്പോഴത്തേക്ക് പൂഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ചില കാളകൾക്ക് ഉണ്ടാകുന്നത് അല്ലേ, പൂഞ്ഞ. അതുപോലെ ഇവരുടെ മുടിക്കെട്ട് ഇവര് നടത്തത്തിനനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്ന കാണാം. ഈ പെണ്ണുങ്ങളെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കുകയേയില്ല. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പോകില്ല. എന്ന് മാത്രമല്ല വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ ഗന്ധം പോലും അനുഭവിക്കില്ല. അതിന്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം, സ്വർഗത്തിന്റെ ഗന്ധം എന്നുള്ളത് ലതുജദു മസീറത കദാ വകദാ, ഇത്ര ദൂരം വരെ സ്വർഗത്തിന്റെ സുഗന്ധം തന്നെ അടിച്ചു വീശുന്നുണ്ടാവും. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം സുഗന്ധമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അല്ലെ, അതിന് സ്മെല്ല് കുറച്ച് ദൂരേക്ക് എത്തുമല്ലോ. ആ സ്ഥലത്തുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഗന്ധം അവിടേക്ക് എത്തും. ഒരു അത്ര പൂശിയ ഒരാളൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അയാൾ അടുത്തെത്തുന്നതിന് മുമ്പായിട്ട് അയാളുടെ ഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും.
അപ്പൊ എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നുള്ളത് അതിവിശിഷ്ടമായൊരു സ്ഥലമായതുകൊണ്ട് അല്ലെ, അഴുക്കുകൾ തീരെയില്ലാത്ത, സമ്പൂർണ്ണ ശുചിത്വമുള്ള, സമ്പൂർണ്ണ വൃത്തിയുള്ള, സുഗന്ധം പരക്കുന്ന, ആഡംബരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് സ്വർഗത്തിന്റെ സുഗന്ധം മൈലുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശും. ആ ഗന്ധം പോലും അടിക്കാനുള്ള, ആസ്വദിക്കാനുള്ള സൗഭാഗ്യം ഈ പെണ്ണുങ്ങൾക്ക് ലഭിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറക്കേണ്ടതുപോലെ സമ്പൂർണമായി മറയുന്ന വസ്ത്രം സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ സംഗതി, തൊലിപ്പുറം കാണാത്ത വസ്ത്രമായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹദീസ് ഇതെല്ലാം ഉണ്ട്, ഈ പറഞ്ഞ ഹദീസ് എല്ലാം ഉണ്ട്. ഉടുത്തിട്ടുണ്ട്, പക്ഷെ ഉടുത്തിട്ടില്ല. ഉടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് വെച്ചിട്ട് വസ്ത്രം ധരിച്ചാൽ അങ്ങനെ ഉണ്ടാവും? പ്ലാസ്റ്റിക് അറിയില്ലേ, കംപ്ലീറ്റ് നമുക്ക് പുറത്താകവും പുറവും കാണാൻ പ്ലാസ്റ്റിക് കൊണ്ട് പാൻസ് അടിച്ചിട്ടു, ഷർട്ട് കഴിച്ചിട്ടു, ഉടുത്തു. പക്ഷെ അകത്തുള്ളൊക്കെ പുറത്താണ്, ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പൊ ട്രാൻസ്പെറന്റ് ആയ വസ്ത്രങ്ങളുണ്ട് ധാരാളം. പുരുഷന്മാരും അങ്ങനെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. പെണ്ണുങ്ങളെ പറഞ്ഞു പോയിട്ട് പെണ്ണുങ്ങൾ മൊത്തം സങ്കടപ്പെട്ടുണ്ട്. ആണുങ്ങൾക്കുണ്ട്. ചില ആൾക്കാരുണ്ട്, ചില മുണ്ടെടുത്തിട്ട് കൃത്യ ജനലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. മനസ്സിലാവണല്ലേ പറയുന്നത്? വെളിച്ചം നന്നായി വീക്ഷുമ്പോഴേ ഒരു ലോലമായ മുണ്ടെടുത്തിട്ട് ആ ജനലിന്റെ മുമ്പിൽ തന്നെ പോയി നിന്ന് കൊടുക്കും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, അത് അങ്ങനത്തെ വസ്ത്രം വാങ്ങില്ല. തുണി വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഒന്ന് നോക്കണം, വെളിച്ചത്തൊക്കെ വെച്ച് നോക്കണം, അതിനപ്പുറം ഇപ്പുറം കാണാൻ പറ്റുന്നതാണ്, കാണാൻ പറ്റാത്തതാണ്. അത്ര ലോലമായ വസ്ത്രം നമുക്ക് വേണ്ട. അത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമല്ല. ആ വസ്ത്രം ഉടുത്തെങ്കിൽ അത് അകത്തുള്ള സ്ഥലം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ വസ്ത്രത്തിന്റെ പ്രത്യേകതയിൽ രണ്ടാമതായി പറയുന്നത് തൊലിപ്പുറം കാണാൻ, സ്കിൻ കളർ പുറത്ത് കാണാൻ പാടില്ല, സ്കിന്ന് കാണാൻ പാടില്ല, ശരീരത്തിന്റെ ഷേപ്പ് കാണാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഹിജാബ് എന്ന വാക്കിന്റെ അർത്ഥം മറയ്ക്കലെന്നാണ്. സ്ക്രീൻ എന്ന ഹിജാബിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന സ്ക്രീനാണ്. അതകത്തുള്ള സാധനം പുറത്ത് കാണാൻ പിന്നെ സ്ക്രീൻ ആയില്ലല്ലോ, സ്ക്രീൻ ആയിട്ടില്ല. അപ്പൊ ഹിജാബ് എന്ന വാക്കിന്റെ അർത്ഥത്തെ സാധൂകരിക്കണമെങ്കിൽ തൊലിയുടെ നിറം കാണാൻ പറ്റാത്തതായിരിക്കണം. മൂന്നാമത്തെ സംഗതി, വശീകരിക്കുന്ന തരത്തിലുള്ള അലങ്കാരങ്ങളോ വർണ്ണമോ വസ്ത്രത്തിനുണ്ടാവരുത്. ഇപ്പൊ ചില ആളുകളുണ്ടാവും ഈ പറഞ്ഞ കൊല്ലത്ത് ജിൽബാബായിട്ട് ധരിച്ചിട്ടുണ്ടാവും, ഒക്കെ ശരിയാണ്, നല്ല വസ്ത്രമായിരിക്കും. പക്ഷെ ആ ഡ്രസ്സ് കണ്ടാവും നോക്കി നിന്ന് പോകും. അപാര ഡ്രസ്സാ അല്ലേ, മറങ്ങിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതിലുള്ള അലങ്കാരങ്ങൾ, കളറ്, ഭംഗിയെ കാണുമ്പോഴത്തേക്ക് എന്താവും, ഇത് കൊള്ളാലോ സാധനം അല്ലേ, കണ്ണുമ വെട്ടാതെ നോക്കി നിന്ന് പോകും. അങ്ങനെയുള്ള വസ്ത്രമാകാൻ പാടില്ല. അത് സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിലുണ്ട്. സ്ത്രീകളുടെ വസ്ത്രത്തിന് അധികം ആഡംബരം വേണ്ട, അധികം അലങ്കാരം വേണ്ട, ആളുകളെ വശീകരിക്കുന്ന വർണ്ണം വേണ്ട എന്ന് സൂറത്തുൽ 31 വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ, പ്രകടമായതല്ലാതെ അവർ അവരുടെ സൗന്ദര്യത്തിൽ നിന്നും പ്രകടമാക്കരുത്. ഈ ആയത്തിന് മുഫസ്സിറുകൾ നൽകുന്ന തഫ്സീർ ആണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും പ്രകടമാകുന്ന അവരുടെ സൗന്ദര്യത്തെ വെളിവാക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രം, സാധാരണ ധരിക്കുന്ന ഒരു വസ്ത്രം ഉണ്ടല്ലോ, അത് ധരിച്ചാൽ മതി, ഓവർ ആകാൻ നിൽക്കണ്ട എന്നാ പറഞ്ഞിട്ടാണ്. അപ്പൊ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ളത് ആകാൻ പാടില്ല. അന്യരെ ആകർഷിക്കാതിരിക്കലാണ് ഹിജാബ്. മറ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ദൃഷ്ടി ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുന്നൊരു തടസ്സമാണല്ലോ, അതിനാണ് സ്ത്രീ വെക്കുന്നത് എന്ന് പറഞ്ഞത്. നാലാമത്തെ പ്രത്യേകത, ഇടുങ്ങിയ വസ്ത്രമാകരുത്. ഷോർട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് മനുഷ്യന്റെ ശരീരപ്രകൃതിയും ആ ശരീരത്തിന്റെ അഴക്, അളവുകളൊക്കെ കാണുന്ന തരത്തിൽ അല്ലേ, മറഞ്ഞു നിൽക്കേണ്ടതൊക്കെ നിഴലിച്ച് കാണുന്ന തരത്തിൽ ഇടുക്കി കളയില്ല വസ്ത്രം. സൈസ് ചെയ്യാൻ നിൽക്കല്ലോ, അതൊരു വലിയ പ്രശ്നം. അതാ സൈസ് ചെയ്തേക്കും. അത്യാവശ്യം നല്ല വസ്ത്രമൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും, പിന്നെ അതുകൊണ്ടൊരു ഷേപ്പ് ചെയ്യലാണ്. ആ ഷേപ്പ് എന്താ, ശരീരത്തിന്റെ ഷേപ്പ്. ആ ഷേപ്പ് ഇട്ടിട്ട് അപ്പൊ എന്താ ധരിച്ചത്, പർദ്ദയാണ്. ആ പർദ്ദ തന്നെയാണ്, അബായാണ്, ഇസ്ലാമിക വസ്ത്രമാണ്. പക്ഷേ ഇങ്ങനെ അളന്നെടുക്കാം, അപ്പം അത് പറ്റും. അപ്പൊ ശരീരത്തിന്റെ ആകൃതി, കുഴപ്പ സാധ്യതയുള്ള ഭാഗങ്ങൾ നിഴലിച്ച് കാണുന്ന തരത്തിലുള്ളത് ആവരുത്. ഇത് ഒരു പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ അത്തറ് പൂശുക എന്നുള്ളതിന്റെ ഒരു ഹദീസ് ഉണ്ട് ആ കൂട്ടത്തിൽ. ഏതൊരു പെണ്ണാണ് ഒരു പെണ്ണ് അത്തറ് പൂശിയിട്ട് ആളുകൾക്കരികിലൂടെ നടന്നു പോയാൽ, ആണുങ്ങൾക്കരികിലൂടെ നടന്നു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണ് പറഞ്ഞ എന്താ അറിയോ, ഫഹിയ സാനിയ, അവൾ വിചാരണിയാണ്. ഇതൊക്കെ ഹദീസിലുള്ള സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് മുഴുവൻ. ആറാമത്തെ കാര്യം, പുരുഷന്മാർ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ ചോദിക്കും, പിന്നെ ഇപ്പം എന്താ വാങ്ങിച്ചു കൊടുക്കുക?
ഇന്നിപ്പം കിട്ടുന്ന സാധനങ്ങളൊക്കെ ആണിനും പെണ്ണിനൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ. ഒരു കടയ്ക്ക് ഒരു ജീൻസ് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ പറയേ അത് മെയിലിൻ്റെ ആണ്, ഫീമെയിലിൻ്റെ ആണ്. നമ്മളാകപ്പെടെ അങ്കലാപ്പിലായി. എല്ലാ വസ്ത്രവും എല്ലാവരും ധരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കേണ്ട സംഗതി, എല്ലാ വസ്ത്രവും എല്ലാവരും ധരിക്കുമെങ്കിലും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് വാങ്ങിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് പറഞ്ഞാൽ എന്താ പറയുക, ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരുള്ള വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾ ധരിച്ചു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട പേര് കൊണ്ട് മാത്രം മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജീൻസ് ആണുങ്ങളിടാവും പെണ്ണുങ്ങളിടുന്നുണ്ടാവും. പക്ഷെ പെണ്ണ് ജീൻസ് ഇടുമ്പോഴത്തേക്കും അത് പെണ്ണിന്റെ ശരീരത്തിന്റെ ഔറത്ത് മറയ്ക്കുന്ന പോലത്തിലുള്ളതായിരിക്കണം. അതിന്റെ പ്രത്യേകതയാണ്. ഷർട്ട് പെണ്ണുങ്ങൾ ധരിക്കാറില്ല, ആണുങ്ങൾ ധരിക്കുന്ന. ആണിന് വേണ്ടി ഉണ്ടാക്കിയ ഷർട്ട് ഉണ്ടല്ലോ, അതിടാൻ പാടില്ല. ആണിന് വേണ്ടി ഉണ്ടാക്കിയ ജീൻസ് ഉണ്ടല്ലോ, ഇതിടാൻ പാടില്ല. അപ്പൊ ഏത് വസ്ത്രമായാലും അത് സ്പെസിഫൈ ചെയ്ത്, അത് സ്ത്രീക്ക് വേണ്ടിയുള്ളത് സ്ത്രീ, പുരുഷന് വേണ്ടിയുള്ളത് പുരുഷൻ തന്നെ ധരിക്കണം. ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ അള്ളാഹുവിന്റെ ശാപം അവിടെ തേടി എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅനല്ലാഹുൽ മുതശബ്ബിഹീന ബിന്നിസാ, പെണ്ണുങ്ങളോട് സദൃശ്യരാകുന്ന ആണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പെണ്ണിന്റെ വസ്ത്രം ഉടുക്കുന്ന ആണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർറിജാൽ, പുരുഷന്മാരോട് സദൃശ്യരാകുന്ന പെണ്ണുങ്ങളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരെ പോലെയായി. ആണ് പെണ്ണാകാൻ നിൽക്കണ്ട, പെണ്ണ് ആണാകാൻ നിൽക്കണ്ട. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഈ കാലഘട്ടം ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ എന്താ പറയുക, പുരോഗമന സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്ന, സർക്കാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആണിന് പെണ്ണൊക്കെ ഒറ്റ വസ്ത്രം മതി. സ്കൂളിലേക്കായി പ്രശ്നം വരിക. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, ആ ചർച്ച ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മളെ പറഞ്ഞേ ഉള്ളൂ. അതിന്റെ പരിപാടി ഇപ്പോഴും അണിയറെ നടക്കുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, എല്ലാവർക്കും ഒന്ന് മതി. അവിടെ പാവാട ഉണ്ടാവില്ല, അതല്ലേ രസം. ആണുങ്ങൾ ഇടുന്ന പാൻസ് കിട്ടും, അതന്നെ പെണ്ണുങ്ങൾക്ക്. അപ്പൊ ഇത് പറ്റില്ല. ഓരോ ജെൻഡറിനും ഓരോ വസ്ത്രമുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ച പ്രത്യേകതയൊന്നുമല്ല, അത് ലോകം പണ്ടേ അങ്ങനെ തന്നെയാണ്. അപ്പൊ ചിലതൊക്കെ ഇസ്ലാമിന്റെ നെഞ്ചത്ത് കയറുമ്പോഴത്തേക്ക് ആളുകൾ ഇസ്ലാം ഉണ്ടാക്കി മാന്യതയുള്ള മനുഷ്യൻ അവന്റെ സംസ്കാരം ഉണ്ടാക്കി വെച്ചതാണ് ഓരോ ജെൻഡറിനും ഓരോ വസ്ത്രം ഉണ്ടാകട്ടെ എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഒരു നന്മയായതുകൊണ്ട് അംഗീകരിച്ചു. അപ്പൊ ആണിന്റെ വസ്ത്രം ധരിക്കട്ടെ, പെണ്ണിന്റെ വസ്ത്രം ധരിക്കട്ടെ, അല്ലേ? ഏഴാമത്തെ കാര്യം, നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും പ്രസിദ്ധിക്ക് വേണ്ടി ധരിക്കരുത്. ഇത് ഹിജാബിന്റെ വിഷയത്തിൽ ആണിനും ബാധകമാണ്, പെണ്ണിനും ബാധകമാണ്. എന്തിനാണ് വസ്ത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണവും പത്രാസും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. ഞാൻ ധരിച്ചിരിക്കുന്ന ബ്രാൻഡ് ഷർട്ട് കണ്ടില്ലേ, ബ്രാൻഡ് ജീൻസ് കണ്ടില്ലേ, നിങ്ങളതൊക്കെ കാണുക. 10,000 രൂപയുടെ മുകളിൽ വിലയുള്ളതാണ്. എനിക്കത് വാങ്ങാൻ കഴിയുള്ളവനാണ്, അല്ലേ? ഇങ്ങനെയില്ലേ? പ്രസിദ്ധിക്ക് വേണ്ടി വസ്ത്രം ധരിക്കുക, പ്രസിദ്ധിക്ക് വേണ്ടി വസ്ത്രം ധരിക്കരുത്. പ്രസിദ്ധിക്ക് വേണ്ടി വസ്ത്രം ധരിച്ചാൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ ദാവൂദിന്റെ ഗ്രന്ഥത്തിലുള്ളത്, മൻ ലബിസ സൗബ ശഹ്റത്തിൻ ഫിദ്ദുനിയ, ഇഹലോകത്ത് തന്റെ പേരും പ്രതാപവും കാണിക്കാൻ വേണ്ടി ആരെങ്കിലും വസ്ത്രം ധരിച്ചാൽ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് എൻ്റെ പകിട്ടും പത്രാസും ആൾക്കാർ അറിയട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങുന്ന വസ്ത്രം ഉണ്ടല്ലോ, അങ്ങനെ വസ്ത്രം ധരിച്ചാല് പരലോകത്ത് അല്ലാഹു അവനെ നിന്ദ്യതയുടെ വസ്ത്രം ധരിപ്പിക്കും. അപ്പൊ ഈ ലോകത്ത് നമ്മൾ വാങ്ങുന്ന ഒരു മിതമായ വസ്ത്രം മതി. എന്തിനാ ഇത്ര വലിയ കൂടിയ വസ്ത്രത്തിന്റെ ആവശ്യം, അല്ലേ? 10,000 രൂപയുടെ ഡ്രസ്സിന്റെ ആവശ്യം നമുക്കുണ്ട്, ആലോചിച്ച് നോക്കി. എന്നിട്ട് എത്ര കാലം ഉണ്ടാവുമല്ലോ? അതിനും ഈ 2 കൊല്ലത്തെ ആയുസല്ലേ ഉള്ളൂ, അല്ലേ? അപ്പൊ അതിനേക്കാൾ കുറഞ്ഞ ഒരു ലളിത ജീവിതം, തീരെ അങ്ങോട്ട് താഴത്തേക്ക് പോകണ്ട, മുകളിലേക്ക് പോകണ്ട, ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് പിടിക്കാമല്ലോ. ഇത് പറയുമ്പോൾ ചെല്ലു വിചാരിക്കുക, അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കലും മോശമാണോ? അത് മോശമായത് കൊണ്ടല്ല, അത് ധരിച്ചോ നിങ്ങൾ. പക്ഷെ ധരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാന്നുള്ള, അങ്ങനെയാവും. അപ്പോൾ ധരിക്കുന്ന വസ്ത്രം ആഡംബരം കാണിക്കാനുള്ള വസ്ത്രം ആക്കുക. ഇതാണ് ഇസ്ലാം ഈ വിഷയത്തിൽ പറഞ്ഞ 7 ഉപാധികൾ. ഹിജാബിന്റെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ ഈ 7 ഉപാധികൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ വസ്ത്രം തിരഞ്ഞെടുക്കേണ്ടത്. ആ ഒരു രീതി പാലിച്ചുകൊണ്ട് വസ്ത്രം തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം, നമ്മൾ കൃത്യമായി ഹിജാബ് പാലിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമ്മളോട് പഠിപ്പിച്ച വസ്ത്രത്തിന്റെ ഉപാധികൾ പാലിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ.
യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സമ്പൂർണ്ണമായി പാലിക്കുകയും തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്ത്രം ധരിക്കുമ്പോൾ ഏത് കോലത്തിലുള്ള വസ്ത്രം ആകണം, അതെങ്ങനെ ധരിക്കണം എന്നതാണ് ഞാൻ ആദ്യ ഖുത്ബയിൽ പറഞ്ഞത്. ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അപ്പോൾ ആഡംബരത്തെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടാത്ത സാധനം ധരിക്കലാണല്ലോ ഈ ആഡംബരം എന്നുള്ളത്, ആവശ്യത്തിനപ്പുറം ഉള്ളത്. നമ്മൾ ഈ ആണുങ്ങൾക്കുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. എന്നും മുണ്ട് താഴെ കിടക്കുള്ളൂ. മുണ്ടായാലും പാൻസായാലും അത് താഴെയാണ് ഉണ്ടാവുക. ഇത് കുറേ ന്യായീകരണങ്ങൾ നമ്മളെ കണ്ടെത്തും. അത് നമ്മളിതിൻ്റെ കുറേ കണ്ടെത്തുന്ന കുറേ ന്യായീകരണങ്ങൾ. ഈ ന്യായീകരണം എവിടെ വരും എന്ന് വെച്ചാൽ ആ ന്യായീകരണം വരുന്ന വഴിയാണ് ഞാൻ ആദ്യ ഓതിയ ആയത്തിൽ വലാ തത്തബിഉൽ ഹവ അല്ലെ ഫയലുൽ ലക അൻ സബീലില്ല. അത് ഇച്ഛയുടെ വ്യാഖ്യാനാണല്ലോ. അങ്ങനെയൊക്കെ മതി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ആക്കാം. അല്ല, എനിക്ക് അഹങ്കാരമൊന്നുമില്ല. വസ്ത്രം താത്തിന് ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകുമ്പോഴത്തേക്കും നമ്മുടെ ന്യായീകരണം എനിക്ക് അഹങ്കാരമൊന്നുമില്ല. പിന്നെ എന്താ നിനക്കുള്ളത്? നിനക്കുള്ള പിന്നെ എന്താണ്? അള്ളാന്റെ കൽപ്പന അനുസരിക്കാനുള്ള താല്പര്യമില്ലായ്മ. വസ്ത്രം അതതിൻ്റെ നബി പറയുന്നൊരു സംഗതിയുണ്ട്. താഴെ പോകുന്ന വസ്ത്രം അത് ഉയർത്തി വെക്കുക എന്നുള്ളത് അൻഖാ, ഏറ്റവും വൃത്തി അതാണ്. മുനിസിപ്പാലിറ്റീൻ്റെ ജോലി ഏറ്റെടുക്കണ്ട, അത് അൻഖാ, ഉയർന്നു കിടക്കുക എന്നുള്ളതാണ് നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഞെരിയാണിയുടെ താഴെ പോകുന്ന വസ്ത്രത്തെക്കുറിച്ച് റസൂൽ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഭാര്യമാരിലുള്ള ആളായി ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മു സലമ, വിശ്വാസികളുടെ വിശ്വാസികളുടെ മാതാവായ ഉമ്മു സലമ. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ ഹദീസ് ഇങ്ങനെ റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, റസൂലേ അപ്പോൾ പെണ്ണുങ്ങളോ, അപ്പോൾ സ്ത്രീകളോ? നബി ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസ്ത്രത്തിൻ്റെ പ്രത്യേകത റസൂൽ ഇങ്ങനെ പെണ്ണുങ്ങളോട് പറയേണ്ട ചില സംഗതി പെണ്ണുങ്ങളോട് പറയും, ആണുങ്ങളോട് പറയേണ്ട ആണുങ്ങൾ, മൊത്തത്തിൽ പറയും. മൊത്തത്തിൽ റസൂൽ ഇങ്ങനെ വസ്ത്രം താഴത്തേക്ക് വരിഞ്ഞ് നടക്കുന്നതിനെ കുറിച്ച് അത് ശരിയായ രീതിയല്ല എന്ന് നബി പറയുമ്പോഴത്തേക്കും ഉമ്മു സലമ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നു, റസൂലെ അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും? സ്ത്രീകളിങ്ങനെ ഞെരിയാണിയുടെ മുകളിൽ വസ്ത്രം ധരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ റസൂൽ എന്ത് പറയുക? ഷിബ്റൻ, ഞെരിയാണിയുടെ താഴെ നിന്ന്, ഞെരിയാണിയിൽ നിന്ന് ഒരു ചാണ് കൂടി ഇറക്കിയിട്ടോളൂ. മുട്ടിൻ്റെ അവിടെ നിന്നല്ല കേട്ടോ, മുട്ടിൽ നിന്നല്ല, ഞെരിയാണിയിൽ നിന്ന് ഒരു ചാണ് സ്ത്രീകൾക്ക് താഴ്ത്തിയിടാം. അപ്പം വസ്ത്രം വലിയാനുള്ള വസ്ത്രമായി അപ്പം തന്നെ. ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മു സലമ പറഞ്ഞു, റസൂലേ ഇദൻ തഖ്റുജു അഖ്ദാമുഹുന്ന യാ റസൂലല്ലാഹ്. റസൂലേ അപ്പോഴും സ്ത്രീകളുടെ കാല് കാണുമല്ലോ. ഒരു ചാൺ താഴ്ത്തിയിട്ടാലും സ്ത്രീകളുടെ കാല് കാണും. നബീൻ്റെ ഭാര്യമാരുടെ ചോദ്യം എന്താ നോക്കി, നമ്മളുടെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? എങ്ങനെ പൊക്കാന്നുള്ളതാണ്. ആണുങ്ങളുടെ വസ്ത്രം താഴേക്ക് വരുന്നു, സ്ത്രീകളുടെ വസ്ത്രം മുകളിലേക്ക് പോകുന്നു. പുതിയ കൊറിയൻ ഫാഷനാണ്. ഫാഷനൊക്കെ അവിടെ നിന്നാണല്ലോ വരിക, കൊറിയൻ എന്നിട്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുതിയ വസ്ത്രങ്ങളൊക്കെ വരുന്നത്? സ്ത്രീകളുടെ വസ്ത്രം മുകളിലേക്കാ. ഷോപ്പിൽ കയറിയപ്പോൾ പാകത്തിനുള്ള കിട്ടാത്തതാണ് നമ്മൾ വിചാരിച്ചു. അല്ല, അതാണ് അതിനെന്തൊക്കെ കുറേ പേരുണ്ട്. ആണുങ്ങൾക്കോ വന്ന് ജീൻസൊക്കെ പേര് പോലെ തന്നെ രണ്ടാൾക്ക് ഒന്നിച്ച് കയറാം അതിനകത്ത്. അത് പോട്ടെ, അത് വേറെ സംഗതിയാണ്. ആരുടെ വസ്ത്രമാകണോ ലൂസാക്കണമെന്ന് അള്ളാഹു റസൂലും പറഞ്ഞത്, അത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മിതമായിട്ട് മതി എന്ന് പറഞ്ഞവരുടെ ലൂസായിക്കൊണ്ടിരിക്കുന്നു. പെണ്ണുങ്ങൾക്ക് റസൂൽ വലിച്ചിട്ട് നടക്കാൻ അനുവാദം കൊടുത്തു. ഉമ്മു സലമന്റെ ചോദ്യത്തിന് റസൂൽ എന്താ പറഞ്ഞെന്നറിയാവോ? ഈ ഒരു ചാൺ മാത്രം താഴത്തേക്ക് താത്തിട്ട് കഴിഞ്ഞാൽ കാല് കാണും, ആദിയാണ്. റസൂലിന്റെ ഭാര്യമാർക്ക് പ്രയാസം, റസൂല് എങ്ങനെ ഞങ്ങളുടെ കാലുകൾ ആളുകൾ കാണുമല്ലോ. അപ്പൊ നബി എന്ന് പറഞ്ഞോ, അങ്ങനെയെങ്കിൽ ഫദിറ ലാ തസ്ദിന അലൈ, എങ്കിൽ ഒരു മുഴം വരെ നീട്ടിട്ടോ, ഒരു മുഴം വരെ ഒരു അരമീറ്ററും കൂടെ നീട്ടിക്കോളൂ, കുഴപ്പമില്ല, വലിഞ്ഞു കിടന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ കാല് കാണാതിരുന്നോളൂല്ലോ. പക്ഷെ അതിനേക്കാൾ കൂട്ടരുത്. അതിനേക്കാൾ ചില ചൈനീസ് പിക്ചറുകൾ കണ്ടിട്ടില്ലേ, വധുവിന്റെ വസ്ത്രത്തിന്റെ തുമ്പ് പിടിച്ച് നടക്കാൻ തോഴിമാർ കൂടി ഉണ്ടാവും. അത്രയൊന്നും വേണ്ട, കുറച്ച് വരിഞ്ഞോട്ടേ സാരമില്ല. സ്ത്രീകൾക്ക് മാത്രം കൊടുത്ത അനുവാദമാണ്. പക്ഷേ സ്ത്രീകളുടെ വസ്ത്രം ഇന്ന് ഞെരിയാണിയുടെ മുകളിലേക്കും കയറി തണ്ടങ്കാലിൻ്റെ മുകളിലേക്ക് മുട്ടുകാലിൻ്റെ അടുത്തെത്തി നിൽക്കുന്നു. പുരുഷന്മാരുടേത് ഇപ്പോഴും മുനിസിപ്പാലിറ്റി ജോലിയാണ്, തൂക്ക് ജോലി. ഇതൊന്ന് മാറ്റിപ്പിടിക്കണം. ഇത് മാറ്റിപ്പിടിച്ചേ പറ്റുള്ളൂ. അള്ളാഹുവിനും റസൂലിനോടും സ്നേഹമുണ്ടെന്ന് നമ്മൾ വാദിക്കുന്ന വാദം ശരിയാണെങ്കിൽ, നമ്മളുടെ ഇച്ഛകളുടെ പിന്നാലെ അല്ല നമ്മൾ പോകുന്നത് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ,
തൽക്കാലം നമ്മളുടെ ഈ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലങ്ങളുടെയും ഇഷ്ടത്തിൻ്റെയും കൽപ്പനകളുടെയും പിന്നാലെ പോകണം. അപ്പോഴേ നമുക്ക് സ്വർഗ്ഗത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സ്വർഗം നമ്മളെ തേടി വരില്ല. ഈ ഞെരിയാണിയുടെ താഴത്തേക്ക് പോയ വസ്ത്രത്തിൻ്റെ വിഷയമൊക്കെ റസൂൽ വരെ പറയുന്നത്, ഞാനതിലേക്ക് ചർച്ച പോണില്ല, അത് വേറൊരു ടോപ്പിക്കാണത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സമ്പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കുക. ഇത് പാലിക്കുമ്പോഴാണ് നമുക്ക് ഭക്തി ഉണ്ടാവുക. അതാണല്ലോ തഖ്വ. ഹിജാബ് പാലിക്കുമ്പോഴാണ് തഖ്വ ഉണ്ടാവുക. ഹിജാബ് പാലിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അബദ്ധ സഞ്ചാരത്തിൻ്റെ വഴിയിലെന്നുള്ളതാണ്. പാതിവൃത്യം പാലിച്ചുകൊണ്ട് ഈ ചില ആൾക്കാരുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, ലജ്ജ എന്ന് പറഞ്ഞാൽ അപ്പോഴും ബാക്കി ഉണ്ടാവില്ല. ഇതെല്ലാം പ്രതിപാദിക്കേണ്ട ഒരു സംഗതിയാണ്. നന്നായി മറച്ചൊരു പെണ്ണ്, പക്ഷേ ഓവർ സ്മാർട്ടാണ് സമൂഹത്തിൽ. താൻ ഒരു സ്ത്രീയാണ് എന്നൊരു തോന്നൽ പോലും ഇല്ല അതിന് പുരുഷന്മാരോട് സംസാരിക്കാൻ നിൽക്കുക. വളരെ ആക്റ്റീവായിട്ട് അത് വേണ്ട. ഒരു അടക്കവും ഒതുക്കവും ഒക്കെ പെണ്ണിന് വേണം. ഹിജാബ് ഇട്ടെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ആയില്ല. പെണ്ണ് ഒതുങ്ങാനുള്ളവളാണ്, അടങ്ങാനുള്ളവളാണ്. നബീൻ്റെ ഭാഷ പറഞ്ഞ പളുങ്ക് പാത്രമാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണ്ടേ? ഗ്ലാസ് വേണം, ഗ്ലാസ് സൂക്ഷിച്ച്. അത് ആണുങ്ങളോട് മാത്രമല്ല കേട്ടോ, സ്ത്രീകളോടും. അവർ സ്വയം മനസ്സിലാക്കണം, അവർ പളുങ്കാണ്, പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നുണ്ട്. കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഈ കൽപ്പനയൊക്കെ കൊടുത്തത്. നിങ്ങളൊന്ന് ഒതുങ്ങിക്കോളൂ, അടങ്ങിക്കോളൂ, നല്ല വസ്ത്രം ധരിച്ചോളൂ, അല്ലേ? പൂജിക്കപ്പെടേണ്ടവളെന്നതുപോലെ. അപ്പം അത് ശ്രദ്ധിക്കുക. ആ ഒരു നിലക്ക് വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ സമൂഹം മൊത്തം നാശമായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ഹദീസ് കൂടി ഞാൻ പറയാം. അതായത് സ്ത്രീകൾ വഴികെടുന്നതോട് കൂടി നബി പറയുന്നുണ്ട്, തറക്തു ബഅദി ഫിന്നാസി ഫിത്നതൻ അളറ അലർ റിജാലി മിനൻ നിസാ. എനിക്ക് ശേഷം, എൻ്റെ കാലശേഷം ആണുങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്ന എന്താന്ന് വെച്ചാൽ അത് സ്ത്രീ സമൂഹമാണ്. എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാരെ വഴികെടുത്തുന്നത് മുഴുവൻ പെണ്ണുങ്ങളാണ്. ഇത് കേൾക്കുമ്പോഴേ അതെങ്ങനെയാ ആധുനിക സമൂഹം ചോദിക്കുന്നത് അതാണല്ലോ. അതെങ്ങനെയാ ഞങ്ങളെങ്ങനെയാ പെണ്ണുങ്ങൾക്ക്, ഞങ്ങളിങ്ങനെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനല്ലോ നിങ്ങളുടെ സദാചാര ബോധം? അങ്ങനെ തന്നെയാണ്. ഒരുമ്പട്ടൊരു പെണ്ണ് മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ തപസ് അടക്കാത്ത ഒരു വിശ്വാമിത്ര ലോകത്തില്ല. അത് ഇസ്ലാം മാത്രം പറയുന്ന സംഗതിയല്ല. അപ്പോൾ അവിടെ ആ ഒരു ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കണ്ണും കൊണ്ട് മര്യാദയ്ക്ക് പോവാം. ഈ കാഴ്ച എല്ലാം തന്നെ പ്രശ്നം ഉണ്ടാക്കുക. ആദ്യം വ്യഭിചരിക്കുന്നത് കണ്ണാണെന്ന് റസൂൽ പറഞ്ഞില്ലേ? അപ്പോൾ അത് സൂക്ഷിക്കണം. ഫിത്ന ഉണ്ടാകുന്ന ഒരിടമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമൂഹം സുരക്ഷിതരായി, ഇല്ലേ സമൂഹം ആകെ ആപത്തിലേക്ക് പോകും. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ സമ്പൂർണ്ണമായി പാലിക്കാനുള്ള തൗഫീഖ് നാം നമുക്ക് നൽകാനിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിച്ചു പോയ ഇത്തരം സ്ഖലിതങ്ങൾ, വസ്ത്രവുമായി ബന്ധപ്പെട്ട, സ്വഭാവവുമായി ബന്ധപ്പെട്ട, ലക്ഷ്യവുമായി ബന്ധപ്പെട്ട എല്ലാവിധ സ്ഖലിതങ്ങളും മാറ്റിക്കൊണ്ട് എന്താണോ അള്ളാഹു റസൂൽ നമ്മൾ കൽപ്പിച്ചത് ആ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള ശ്രമം നടത്തണം എന്ന് അവസാനമായി നിങ്ങളോട് ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു വരുമാറാകട്ടെ. കാരുണ്യവാനായ നാഥ, പല അബദ്ധങ്ങളും ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. നിന്റെ കരുണ വലുതാണ്, നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമെന്നാണ്. അള്ളാഹു, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ അത്യന്തം ദയനീയമായ നിലയിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അവസ്ഥ ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്. ജൂതൻ മുസ്ലിം സമൂഹത്തിൻ്റെ അന്തസ്സാകെ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാനല്ലാതെ. പടച്ചോനെ, മുസ്ലിം സമൂഹത്തിലെ ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കണേ അല്ലാഹു. ആ ജനതയുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹു. അല്ലാഹുവേ, നിൻ്റെ ദീനിനെ തറപറ്റിക്കാനായി ആരൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചുട്ട മറുപടി നൽകി അല്ലാഹുവേ, നീ മുസ്ലിം സമുദായത്തിൻ്റെ അഭിമാനം കാക്കണേ അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.